നമസ്കാരം, ഞാൻ ബാബു. ഇതെൻ്റെ വൈഫ് വാണി, മകൻ ദേവ്രത്ത്. ഞങ്ങൾ കാസർഗോഡ് നിന്നാണ്. 2003 ഞങ്ങളുടെ കല്യാണം കഴിയുന്നത്. കല്യാണം കഴിഞ്ഞ് ഏറെക്കാലം കുട്ടികളില്ലാതെ ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. നാട്ടിലും മാംഗ്ലൂർ, മണിപ്പാൽ, തൃശ്ശൂർ ഇവിടെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതിനുശേഷം എൻ്റെ ജോലി സ്ഥലമായ സൗദി അറേബ്യയിൽ 1 വർഷത്തോളം അവിടെയും ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അവിടെ നിന്നും വലിയ ഒരു ഫലമില്ലാതെ കൊണ്ട് തിരിച്ച് നാട്ടിൽ വന്ന് ഏകദേശം 10 വർഷത്തോളമായി ട്രീറ്റ്മെൻറ്റ്. അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്തായിരുന്നു നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു ഡോക്ടർ അനിത, ഡോക്ടർ നിഷികാന്തിൻ്റെ അഡ്രസ്സും ഒക്കെ നമ്പറും ഒക്കെ എനിക്ക് തരുന്നത്. അപ്പോൾ അവരുടെ നൈബറായ ഒരു അധ്യാപക ദമ്പതികൾക്ക് ഡോക്ടർ നിഷികാന്തിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ ഒരു മോനായിരുന്നു ജനിച്ചത്. അപ്പോൾ അതൊരു പ്രതീക്ഷ, നമുക്കെപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോറും ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടർന്ന് പോകുന്നത്. പിന്നെ 10 വർഷത്തോളമായി. 10 വർഷം ആകുമ്പോൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ നിർത്തിയതായിരുന്നു. കഴിഞ്ഞ് നമ്മളൊരു കുഞ്ഞിനെ ദത്തെടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. ഒരു ട്രീറ്റ്മെൻറ്റ്, അതായത് ഒരു ചികിത്സയിൽ ഒരു ഫലവും കാണുന്നില്ല. അപ്പോൾ അത്രയും ചികിത്സ നടത്തുമ്പോൾ നിരാശ വരുന്നുണ്ടല്ലോ, നിരാശയായി. ആ ഇടയ്ക്ക് ആ സമയം ഡോക്ടർ അനിതയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഡോക്ടർ നിഷികാന്തിനെ കാണുന്നതും. അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഗൂഗിൾ സെർച്ച് ചെയ്യും. അതിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ കാണാനിടയായി. അങ്ങനെ ഡോക്ടറെ വിളിക്കുകയും ഡോക്ടറെ അപ്പോയിൻമെൻറ്റ് എടുക്കുകയും ചെയ്തു. അങ്ങനെ ആലത്തൂർ പാടൂർ എന്ന സ്ഥലത്ത് പൊന്നൻ പൂശാരി വന്ധ്യത ചികിത്സാ കേന്ദ്രം അവിടെ പോവുകയും അദ്ദേഹത്തെ കാണുകയും ഒക്ടോബർ 2014 ഓഗസ്റ്റിലായിരുന്നു നമ്മളവിടെ ചെല്ലുന്നത്. അങ്ങനെ 2014 ഓഗസ്റ്റിൽ നമ്മൾ പോയപ്പോൾ 4 മാസത്തെ മരുന്നായിരുന്നു നമുക്ക് തന്നത്. ആ 4 മാസത്തെ മരുന്ന് അത് വളരെ പഥ്യത്തോടുകൂടി നമ്മൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പഥ്യം മാത്രമല്ല, ആ സമയത്തൊരു ജീവിത രീതി അത്രയും നിഷ്കർഷതയോടെ പാലിക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ ഒരു ഡോക്ടർ പറഞ്ഞ ഒരു വാക്കിൽ പോലും നമ്മൾ തെറ്റോ ഒന്നും വരുത്താതെ ഡോക്ടറിനെ അതുപടി അനുസരിച്ചുകൊണ്ട് ഡോക്ടറിൻ്റെ ഓരോ വാക്കും ഓർമ്മയിൽ വെച്ചിട്ടായിരുന്നു ആ ചികിത്സാവിധികൾ തുടർന്നത്. അതിൽ ആദ്യത്തെ മാസം മരുന്ന് കഴിച്ചു, രണ്ടാമത്തെ മാസം കൂടി കഴിച്ചു. രണ്ടാമത്തെ മാസം കഴിച്ചു ഒക്ടോബർ മാസത്തിൽ, അതായത് 3ാമത്തെ മാസത്തിൽ നമുക്ക് കൺസീവായി. അത് അപ്പോൾ നമുക്ക് 11.5 വർഷം ആയി. കല്യാണം കഴിഞ്ഞിട്ട് 11.5 വർഷമായിരുന്നു നമ്മളെ. ആ സമയത്തായിരുന്നു കൺസീവായത്. അടുത്ത് 12 വർഷം കഴിഞ്ഞു. 13ാമത്തെ വർഷത്തിലാണ് മോൻ ജനിച്ചത്. 2015 ജൂണിൽ. 2015 ജൂൺ ആകുമ്പോൾ നമുക്കൊരു മോനെ കിട്ടി. ഇപ്പോൾ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഡോക്ടർക്കും കുടുംബത്തിനും എത്രത്തോളം നന്ദി പറഞ്ഞാലും തീരില്ല. എന്നാലും എന്നും ഞങ്ങളുടെ മനസ്സിൽ ഡോക്ടറും കുടുംബവും ഉണ്ടാവും. നന്ദി.